പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന ദൈവവേദലെ, ദൈവത്തിന് നിന്നോട് കരുണയുണ്ട്, ദൈവത്തിന് നിന്നോട് ദയയുണ്ട്, ദൈവത്തിന് നിന്നോടൊരു നിയമമുണ്ട്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിന് നിന്നോടുള്ള ദയ മാറിപ്പോകുകയില്ല, കരുണ മാറിപ്പോകുകയില്ല, നിയമം മാറിപ്പോകുകയില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തൻ്റെ ക്രൂശ് മരണത്തിലൂടെ സ്ഥാപിച്ചതാണ് പുതിയ നിയമം. ആ നിയമം ദൈവം സ്ഥാപിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ യോഗ്യന്മാരായിരുന്നില്ല. ദൈവത്തിന് പ്രസാദകരമായ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ദൈവം ചെയ്തൊരു നിയമമല്ലാതെ, അത് ദൈവത്തിൻ്റെ കരുണയാണ്, അത് ദൈവത്തിൻ്റെ ദയയാണ്, സമാധാന നിയമമാണ്. പാപികളും ദോഷികളും ശത്രുക്കളും ദുഷ്പ്രവൃത്തിക്കാരും ഒക്കെ ആയിരുന്ന നമ്മെ ദൈവം സ്നേഹിച്ചു, ദൈവത്തിന് കരുണ തോന്നി. ആ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിത്യ സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം ഒരിക്കലും മാറിപ്പോകില്ല. പർവ്വതങ്ങൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം, എങ്കിലും ദയ നിന്നെ വിട്ട് മാറില്ല. കാരണം ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. അത് രാവിലെ തോറും പുതിയതായി വെളിപ്പെട്ട് വരും. ഈ പകൽ നിങ്ങൾ പുതിയ ഒരു പ്രവൃത്തി കാണും, ദൈവത്തിൻ്റെ കരുണ കാണും, ദയ കാണും, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഇന്ന് പകൽ നിങ്ങൾ കാണും. ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിൻ്റെ അസാധാരണമായ അനുകൂലത ഇന്ന് പകൽ നിങ്ങൾ കാണും. ദൈവം വ്യക്തികളോട് ഇടപെടും. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിനോട് സംസാരിക്കും. നിങ്ങളുടെ മുൻപിൽ ദൈവം വാതിലുകൾ തുറന്നു വയ്ക്കും. മുൻപിലെ തടസ്സങ്ങളൊക്കെ നീക്കി നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. കാരണം ദൈവത്തിന് നിങ്ങളോടൊരു നിയമമുണ്ട്, ദൈവത്തിന് നിങ്ങളോട് കരുണയുണ്ട്, ദയയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നിയമം സമാധാന നിയമമാണ്. പുത്രൻ്റെ ചങ്കു തുറന്ന് ആ ചോരയാൽ സ്ഥാപിച്ച ദൈവമാണ്, സ്നേഹമാണ്. അതൊരിക്കലും മാറിപ്പോകില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. ദൈവത്തിന് നിങ്ങളുടെ ദയയുള്ളത് കൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പിൻ. ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ കാലുകൾ ഉറപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ദയ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്, ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ മുൻപോട്ട് ചുവടുവെക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.